റവന്യൂ മന്ത്രി കെ രാജൻ നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, വലിയ ആശ്വാസത്തിൽ താങ്കൾ അടക്കമുള്ള അവിടെ ആ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന മന്ത്രിമാർക്കടക്കം കേരളത്തിനടക്കം ആശ്വാസകരമായൊരു വാർത്ത ഈ 4-ാം ദിനത്തിൽ വന്നിരിക്കുന്നു. 4 പേരെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ ഇനിയും ഈ പടവട്ടിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ഒറ്റപ്പെട്ടു പോയ ചിലരുണ്ട് എന്നുള്ള വാർത്തകൾ പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. ഏതായാലും വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ഈ പ്ലാൻ കൃത്യമായിരുന്നു. ഈ 6 സോൺ തിരിച്ചുള്ള ഈ തെരച്ചിൽ എന്ന് പറയുന്നത് ആ പ്ലാനായിരുന്നു വർക്കൗട്ട് ആയത്. അത് കൃത്യമാണെന്ന്, അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. മിനിസ്റ്റർ സിജു, ഞാൻ ഇന്നലെ കുട്ടനോട് തന്നെ പറഞ്ഞിരുന്നു, ഇന്നലെ നമ്മൾ തയ്യാറാക്കിയ പ്ലാൻ അവിടേക്ക് ബെയിലി കൂടി വന്നതോടുകൂടി ഒരുപക്ഷെ ഈ ദൗത്യത്തിന്റെ ഏറ്റവും വിപുലമായിട്ടുള്ള ഒരു പ്ലാനാണ്. ഞാനൊന്ന് പറയുന്നത് കേൾക്കും എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഇന്നലെ 6 സോണുകളായി തിരിച്ചു. 40ഓളം ഫോഴ്സിന്റെ യൂണിറ്റ് ഉണ്ടാക്കി. രാവിലെ 7 മണിക്ക് തന്നെ ആ യൂണിറ്റുകൾ അകത്തേക്ക് പ്രവേശിച്ചു. ഓരോ യൂണിറ്റിനോടൊപ്പം 3 പ്രദേശവാസികൾ ഉൾപ്പെടെ എല്ലാ എക്യുപ്മെന്റ്സും ഓരോ ടീമിനോടൊപ്പം വിട്ടു. പിന്നെ വന്ന സന്നദ്ധ പ്രവർത്തകരാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, പാലത്തിലൂടെ കയറി അങ്ങോട്ട് കടന്ന് സന്നദ്ധ പ്രവർത്തകർ അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക എന്നായിരുന്നു. ഇന്ന് അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി സന്നദ്ധ പ്രവർത്തകരായി എത്തിച്ചേരുന്ന ഇപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് 796 പേർ ഇന്ന് എഴുതി നമ്പറിട്ട് കൊടുത്ത് അടുത്തേക്ക് പോയിട്ടുണ്ട്. അതെല്ലാം ഈ 6 സോണുകളിലെയും ഓരോ ടീമിന്റെയും അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശത്തിലേക്കാണ് പോയത്. അതോടുകൂടി കേന്ദ്രീകൃതമായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഏറെ വികേന്ദ്രീകൃതമായി കൂടുതൽ സ്ഥലത്തേക്ക് പോയി. 2, നമുക്ക് അവിടെയുള്ള 318 കെട്ടിടങ്ങളുടെ, ആ പ്രദേശത്തുള്ള 318 കെട്ടിടങ്ങളുടെ GFS മാപ്പ് ഇന്നലെ രാത്രി നമുക്ക് ലഭ്യമായി. അതെല്ലാവർക്കും, എല്ലാ ടീം അംഗങ്ങൾക്കും ഷെയർ ചെയ്തു എന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ ഞാനും മുഹമ്മദ് റിയാസ് മിനിസ്റ്ററും പ്രസാദ് മിനിസ്റ്ററും കൂടി ഇന്നലെ ഈ കേന്ദ്രങ്ങളിലെല്ലാം നേരിട്ട് പോയി കാണുകയും ചെയ്തിരുന്നു, പോകാത്ത കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ. അപ്പോ പ്രദേശവാസികൾക്ക് പോലും തങ്ങളുടെ കെട്ടിടം എവിടെയായിരുന്നു എന്ന് പറയാൻ കഴിയാത്ത വിധം ഭൂമിയിലേക്ക് താന്നു പോയിരിക്കുകയാണ്. അത്തരം സ്ഥലങ്ങളെ കിട്ടാൻ വേണ്ടി 318 കെട്ടിടങ്ങളുടെയും മാപ്പ് തയ്യാറാക്കി കോർഡിനേറ്റുകളോട് കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ വിധത്തിലും തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഇത് ശരിയായ വിധത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് വലിയ ആശ്വാസമാണ്. ഈ 4 പേരെ കിട്ടി. 4 പേരുമായിട്ടും ഞങ്ങൾ സംസാരിച്ചു. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ജോൺ, ക്രിസ്റ്റി, ജോമോൾ, എബ്രഹാം മാത്യു 4 പേരും വേറെ പ്രയാസങ്ങളില്ല. അവരെന്തോ അപകടത്തിൽപ്പെട്ടു, എന്തോ അസുഖത്തിൽപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതായി അവർക്കൊരു പ്രയാസമുണ്ട്. പക്ഷെ കൈകളിലൂടെ ഞാൻ പറയുന്നു, ഒരു അപകടം അവർക്കില്ല, സേഫ് ആയിരുന്നു. അവരിനി ബന്ധുവീടുകളിലേക്കൊന്ന് പോകണം, ആളുകളെ കാണണം എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിനുള്ള അവസരവും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള 4 ഡോഗ്സ് കൂടി ഈ സന്നദ്ധ സംഘത്തിനോടൊപ്പം ചേർന്നതോടുകൂടി 10 ഡോഗ് സ്ക്വാഡുകൾ ഇപ്പോ പിന്നെ ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ട് വളരെ കൃത്യമായ പ്ലാനിങ്, ഒരു കാരണവശാലും ഒരു ഗ്യാപ്പും ഇല്ലാത്ത വിധത്തിലുള്ള കൃത്യമായ പ്ലാനിങ് ആണ് നമുക്ക് ലഭ്യമായത്. മിനിസ്റ്റർ, ഈ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു വ്യക്തതയ്ക്ക്, നമ്മുടെ ഒരു ടീമിൽ 40 ടീമുകളാണല്ലോ മൊത്തമുള്ളത്. ഒരു ടീമിൽ ഈ 3 പേർ പ്രദേശവാസികൾ തന്നെയായിരിക്കും. പിന്നീടുള്ളത് കരസേനാംഗങ്ങൾ, NDRF-ൻ്റെത്, പിന്നെ സന്നദ്ധ പ്രവർത്തകർ. ഈ ടീം ലീഡ് ചെയ്യുന്ന ആരായിരിക്കും ഓരോ ടീമിന്റെയും? ഓരോ ടീമിനും ഓരോ ലീഡർമാരുണ്ട്. അത് NDRF, ആർമി, പോലീസ്, ഫയർഫോഴ്സ്, നേവി, അങ്ങനെ ഈ നമുക്ക് ലഭ്യമായിട്ടുള്ള മുഴുവൻ സംഘാംഗങ്ങളെയും മിക്സഡ് ആയിട്ട് യൂണിറ്റുകളിലേക്ക് മാറ്റുകയാണ്. ഏതെങ്കിലും ഒരു സ്ക്വാഡ് ഒരു സ്ഥലത്ത് എന്നുള്ള സ്ഥിതി മാറ്റി മിക്സഡായി. കാരണം ഓരോ ടീമിനും നിർവഹിക്കാനുള്ള പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ട് അവരെ മിക്സഡ് ആക്കി വിവിധ ടീമുകളിലേക്ക് മാറ്റിയിട്ടാണ് ഇന്ന് രാവിലെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ തന്നെ ഇൻസിഡന്റ് കമാൻഡർ സേതുരാമൻ നിശ്ചയിച്ചിരുന്നു. ഫോഴ്സിന്റെ കാര്യത്തിൽ സ്പെഷ്യൽ ഓഫീസറായിട്ട് സാംബശിവറാവുണ്ട്, കളക്ടറുണ്ട്. അവരാലോചിച്ച് ആ ടീമിനെ തയ്യാറാക്കി, പേരുകൾ ഉൾപ്പെടെ ഇന്നലെ രാത്രി എഴുതി തയ്യാറാക്കി. 3 പ്രദേശവാസികൾ ഓരോ ടീമിലേക്കും കൊടുക്കുന്നത് സ്ഥലങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്, ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സന്നദ്ധ സംഘടനാംഗങ്ങൾ ഇതിന് പുറമെയാണ്, 40 പേർ എന്നതിന് പുറമെയാണ് നമുക്ക് സന്നദ്ധ സംഘടന അംഗങ്ങളെ കൂടി കൊടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ പുഴയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തെരച്ചിലാണ് രാവിലെ ആരംഭിച്ചിട്ടുള്ളത്. 40 കിലോമീറ്റർ നീണ്ട ചാലിയാർ പുഴയെ 8 പോലീസ് സ്റ്റേഷനുകളായി തിരിച്ച് ആ പോലീസ് സ്റ്റേഷനുകളുടെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയുള്ള തെരച്ചിൽ, അതിനു പുറമെ കോസ്റ്റ് ഗാർഡ്, നേവിയും മറ്റൊരു യൂണിറ്റ് ആയിട്ടുള്ള തെരച്ചിൽ, ഈ 2 തരത്തിലാണ് ചാലിയാർ പുഴയുടെ
കരകൾ, പ്രത്യേകിച്ച് സംശയം തോന്നുന്ന സ്ഥലങ്ങൾ, ടേണിങ്ങുള്ള പ്രദേശങ്ങൾ, തങ്ങി നിൽക്കാൻ ബോഡികൾ വന്ന് തങ്ങി നിൽക്കാൻ നേരത്തെ അനുഭവമായിരുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെയാണ് ഈ 40 കിലോമീറ്റർ ചുറ്റളവിൽ സമാന്തരമായിട്ടുള്ള 2 ഏജൻസികളുടെ തെരച്ചിൽ നടപടികൾ അതും ഇതോടൊപ്പം നടന്നു. വളരെ നന്ദി മിനിസ്റ്റർ കെ രാജൻ ഈ സമയം ഞങ്ങളോട് പ്രതികരിച്ചതിനും